കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു. അത് അയച്ചു തന്നത് ഞങ്ങളുടെ ഒരു സുഹൃത്താണ്, ഡോക്ടർ പ്രദീപ് സജി. പുള്ളി സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ ജോയിൻറ്റ് ഡയറക്ടറാണ്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. ചെമ്മഴുന്തി എസ് എം കോളേജിൽ 93, 96 കാലഘട്ടത്തിൽ പഠിച്ച സൈക്കോളജിക്ക് പഠിച്ച ഞങ്ങൾ കുറേ വിദ്യാർത്ഥികൾ ചേർന്നിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പിലാണ് ഇദ്ദേഹം ഈ വീഡിയോ ഷെയർ ചെയ്തത്. അപ്പോൾ ആ വീഡിയോയിൽ എന്തെങ്കിലും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയിട്ട് ഞാൻ അപ്പോൾ തന്നെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ആ വീഡിയോ കണ്ടു. അത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരാളുടെ അഭിമുഖം പോലെയാണ് ആ വീഡിയോ പോകുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ ബ്രിഡ്ജിൽ നടക്കുന്ന ആത്മഹത്യയും ആ ആത്മഹത്യകളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ് നടത്തിയ അന്വേഷണങ്ങളും അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലും ഒക്കെയാണ് ആ വീഡിയോയിൽ, ഒരു കുഞ്ഞു വീഡിയോയ്ക്കകത്ത് വളരെ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ പാലത്തിൽ ഇത്രയും ആത്മഹത്യകൾ നടക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു ആത്മഹത്യ നടക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ പാലം ഉണ്ടാക്കിയത്? ഇത്രയും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ഈ പാലത്തിനെ കുറിച്ച് വേറെ ഒരിടത്തും കേട്ടില്ലല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ നേരെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിനെ കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങി. ഈ ബ്രിഡ്ജ് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയെയും കാലിഫോർണിയയിലെ മാരീൻ കൗണ്ടിയെയും തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ തൂക്കുപാലമാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും സുന്ദരമായതും ഏറ്റവും കൂടുതൽ ഫോട്ടോകൾ എടുക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു പാലമാണ് ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. 1800കളിൽ സാൻ ഫ്രാൻസിസ്കോയെയും മാരിൻ കൗണ്ടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരൊറ്റ മാർഗമാണ് ഉണ്ടായിരുന്നത്, ഫെറി സർവീസ്. ആ ഫെറി സർവീസിലൂടെയാണ് ഗോൾഡൻ ഗേറ്റ് എന്ന് പറയുന്ന കടലിടുക്ക് കടന്ന് ഈ രണ്ട് പ്രദേശത്തുമുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചിരുന്നതും ചരക്ക് നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നതും. 1927 ആയപ്പോൾ ഈ ഫെറി പരിപാടി അവസാനിപ്പിച്ചിട്ട് പുതിയൊരു പാലം നിർമ്മിക്കുകയാണെങ്കിൽ ആളുകൾക്കും വാഹനങ്ങൾക്കും ഒക്കെ അനായാസമായി യാത്ര ചെയ്യാൻ കഴിയും, അതുകൊണ്ടൊരു പുതിയ പാലം പണിയാം എന്നുള്ളൊരു തീരുമാനത്തിൽ സാൻ ഫ്രാൻസിസ്കോയിലെ അധികാരികൾ എത്തിച്ചേർന്നു. അവരൊരു എഞ്ചിനീയറിംഗ് കമ്പനിയൊക്കെ വിളിച്ച് ഈ പാലം നിർമ്മിക്കാൻ ആവശ്യമായിട്ട് ഉള്ള തുകയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തു. $27 മില്യൺ ഉണ്ടെങ്കിൽ, അമേരിക്കൻ ഡോളർ ഉണ്ടെങ്കിൽ പാലത്തിൻ്റെ പണി പൂർത്തിയാക്കാമെന്ന് എഞ്ചിനീയറിംഗ് കമ്പനി ഇവരെ അറിയിക്കുകയും ചെയ്തു. ഇവർ ഈ പാലം പണിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ 1929 ആയപ്പോൾ വാൾ സ്ട്രീറ്റ് ക്രാഷ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി. ഇത് അമേരിക്കയുടെ സ്റ്റോക്ക് മാർക്കറ്റ് തകർന്ന് അടിഞ്ഞ ഒരു സംഭവമാണ്. ഇതിനെക്കുറിച്ച് സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, നമ്മളൊക്കെ പലരും ആ സിനിമ കണ്ടിട്ടും ഉണ്ടായിരിക്കും. ഈ തകർച്ചയോടുകൂടി അമേരിക്കയിലെ ഭൂരിഭാഗം പ്രോവിൻസുകളും സാമ്പത്തികമായിട്ട് വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് മാറി. അതോടുകൂടി ഈ പാലം പണിയുക എന്നുള്ളൊരു ആശയം നടക്കാതെ വരുമോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. 1932 ആയപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിലെ അധികാരികൾ ഈ പാലം പണിയുന്നതിന് വേണ്ടിയിട്ട് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്ത് അതിലൂടെ ധനസമാഹരണം നടത്തി ഈ പാലം പണിയാം എന്ന് തീരുമാനിച്ചു. എന്നാൽ ഈ ബോണ്ടുകൾ ഇറക്കിയെങ്കിലും ഈ 1932 ഈ ബോണ്ടുകൾ വാങ്ങി പൈസ കൊടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആൾക്കാരും തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു വസ്തുത. ഇതോടുകൂടി ഇനി എങ്ങനെ പാലം പണിയും എന്നുള്ളൊരവസ്ഥയിൽ ഇവരിങ്ങനെ വളരെ വിഷമിച്ച് പോകുന്ന ഒരു സമയത്താണ് ബാങ്ക് ഓഫ് അമേരിക്കയുടെ സ്ഥാപകനായിട്ടുള്ള ആൾ വന്നിട്ട് മുഴുവൻ ഫണ്ടും കൊടുത്ത് ഈ $27 മില്യൺ പകരം $30 മില്യൺ കൊടുത്ത് മുഴുവൻ ബോണ്ടുകളും അദ്ദേഹം വാങ്ങിക്കൊണ്ട് ഈ പാലം പണിയാനുള്ള പൈസ മുഴുവൻ ഇവർക്ക് നൽകുന്നു. അങ്ങനെ 1933 ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ പണി തുടങ്ങുകയും 1937 ഇതിൻ്റെ പണികളെല്ലാം തീർത്ത് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നതിൻ്റെ തലേ ദിവസം ഈ പാലം ജനങ്ങൾക്ക് കാൽനട യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തു. 2 ലക്ഷം പേരാണ് ഒരൊറ്റ ദിവസം കൊണ്ട് പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചത്. തൊട്ടടുത്ത ദിവസം പാലം തുറക്കുകയും സാൻ ഫ്രാൻസിസ്കോയിലെ ഗവർണർ വലിയൊരു മോട്ടോർ ബ്രിഗേഡിൻ്റെ അകമ്പടിയോടുകൂടി പാലത്തിലൂടെ സഞ്ചരിച്ച് ഈ പാലം ഉദ്ഘാടനം ചെയ്യുകയും ഈ പാലത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേകിച്ചുള്ള പാട്ടുകളൊക്കെ ഇറക്കുകയൊക്കെ ചെയ്തിട്ട് വലിയ ആഘോഷമായിട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇന്നും ഒരു ദിവസം 1,10,000 മുകളിൽ വാഹനങ്ങൾ ഈ പാലത്തിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്.
സാൻ ഫ്രാൻസിസ്കോ സൈഡിൽ ഈ പാലത്തിന് ടോളുണ്ട്. തിരിച്ച് മറീൻ കൗണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്ക് ഈ പാലത്തിൽ ടോള് കൊടുക്കേണ്ട ആവശ്യമില്ല. 1987 ഈ പാലം ഉദ്ഘാടനം ചെയ്തതിൻ്റെ 50-ാം വാർഷികം വളരെ വിപുലമായിട്ട് അവർ ആഘോഷിച്ചു. ഈ ദിവസം മുഴുവൻ വാഹന ഗതാഗതവും ഈ പാലത്തിൽ നിർത്തിവെച്ചിട്ട് അന്ന് ഒരു ദിവസത്തേക്ക് ആൾക്കാർക്ക് കാൽനടയ്ക്ക് വേണ്ടിയിട്ട് ഈ പാലം തുറന്നു കൊടുത്തു. ഒരൊറ്റ ദിവസം കൊണ്ട് 7.5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആൾക്കാരാണ് ഈ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാൽനടയായി സഞ്ചരിച്ചത് എന്നാണ് കണക്ക്. ഒരേ സമയം 3 ലക്ഷം ആൾക്കാർ പാലത്തിൻ്റെ മുകളിൽ തങ്ങി നിന്നത് കാരണം പാലത്തിന് ചെറിയ അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടി വന്നു. അവിടുത്തെ അധികാരികൾക്ക് കുറച്ച് കാശ് നഷ്ടമാവുകയും ചെയ്തു. അതോടുകൂടി 2012 ഈ പാലത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിച്ചപ്പോൾ ജനങ്ങളെ ഇതുപോലെ സ്വതന്ത്രമായി കയറിപ്പോകാനായിട്ട് അധികാരികൾ സമ്മതിച്ചില്ല. ഒരു നിയന്ത്രണം വെച്ചുകൊണ്ട് ഒരു ലിമിറ്റഡ് നമ്പറിലുള്ള ആൾക്കാരെ മാത്രമാണ് ഈ പാലത്തിലേക്ക് അന്ന് കടത്തിവിട്ടത്. 1280 മീറ്റർ നീളവും 227 മീറ്റർ ഉയരവുമുള്ള ഈ പാലത്തിൻ്റെ പണി ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ നേരത്തെ തീർന്നു വന്നു. മൊത്തം $35 മില്യൺ ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിനായി ചെലവായിട്ടുള്ളത് എന്നുമൊക്കെയുള്ള കണക്കുകളുണ്ട്. ഇതുകൂടാതെ ഇത്രയും ഉയരത്തിലുള്ള പാലം പണിയുന്ന കാലത്ത് അന്ന് ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് ഇവർ ഈ പാലത്തിൻ്റെ പണി നടത്തിയത് എന്നും പറയുന്നുണ്ട്. ഈ പാലത്തിൻ്റെ പണി നടക്കുമ്പോൾ ഇതിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരൊക്കെ പാലത്തിൽ നിന്ന് കടലിലേക്ക് വീണ് അപകടം പറ്റാതിരിക്കാൻ ഇതിനു ചുറ്റും നെറ്റുകളൊക്കെ ഉറപ്പിച്ചിട്ടാണ് അവർ പണികൾ നടത്തിയതെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ചരിത്രമൊക്കെ വായിക്കുമ്പോൾ ഈ നെറ്റുകളുടെ ഗുണം കാരണം, അല്ലെങ്കിൽ നെറ്റുകളുടെ സംരക്ഷണം കാരണം 19ഓളം മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. എന്നാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അപകടത്തിൽ സ്കാഫോൾഡിങ് തകർന്നു വീണ് ഈ നെറ്റ് കീറി 11 ആൾക്കാർ താഴേക്ക് പോയി മരണപ്പെട്ടിട്ടുള്ളതായിട്ടും ഈ പാലത്തിൻ്റെ ചരിത്രം, ഈ കൺസ്ട്രക്ഷൻ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ ചരിത്രവും ഇപ്പോഴുള്ള ആൾക്കാരുടെ തിരക്കും ഇതിൻ്റെ ഭംഗിയുമൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു കാര്യമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ സാൻ ഫ്രാൻസിസ്കോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജെറോം മോട്ടോ എന്ന് പറയുന്ന ആൾ ഇത് ന്യൂയോർക്കർ മാഗസിൻ എന്ന് പറയുന്ന ഒരു മാഗസിന് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ കുറേ കാര്യങ്ങൾ ഈ പാലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്ന് അദ്ദേഹം ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഈ പാലം ആത്മഹത്യകളുടെ പാലം എന്ന പേരിൽ കുപ്രസിദ്ധമായിരുന്ന കാലഘട്ടമായിരുന്നു. ഇദ്ദേഹവും ഈ സൈക്കോളജി പ്രാക്ടീസ് ചെയ്യുന്ന വലിയ ഒരു സംഘവും ചേർന്നിട്ട് എന്തുകൊണ്ടാണ് ഈ പാലത്തിൽ കയറുന്ന ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക പ്രേരണ ഇവർ ഈ പാലത്തിൽ നിൽക്കുമ്പോൾ ഇവർക്കുണ്ടാകുന്നുണ്ടോ, അങ്ങനെയാണോ ഇവർ ആത്മഹത്യ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളൊരു വലിയ അന്വേഷണം നടത്തിയിരുന്നു അത്രേ. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് ആത്മഹത്യ ചെയ്തിട്ടുള്ള പല ആൾക്കാരുടെയും വീടുകളിലൊക്കെ ഇവർ പോയി അന്വേഷിച്ചിരുന്നു. ഇവരൊരു വലിയ സൈക്കോളജി ടീമായിരുന്നുവെങ്കിലും, സൈക്കോളജിസ്റ്റുകളൊക്കെ ആയിരുന്നെങ്കിലും ഈ ചാടിയവരൊക്കെ മരിച്ചു പോയത് കാരണം അവരുടെ ഒന്നും നേരിട്ട് സംസാരിച്ചുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കാനുള്ള സാധ്യത കുറവായിരുന്നു. അത് കാരണം കൊണ്ടാണ് ഇവരുടെ ബന്ധുക്കളെയൊക്കെ സമീപിച്ചിട്ട് ഇവരുടെ ആത്മഹത്യയുടെ കാരണം അന്വേഷിക്കാൻ ഒരു ശ്രമം നടത്തിയത്. ഇവർ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇവരുടെ മാനസികാവസ്ഥ എന്തായിരുന്നു, അവസാനം ഇവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, പെട്ടെന്നുണ്ടായ പ്രകോപനം എന്തായിരുന്നു എന്നൊക്കെ ഉള്ള ഒരു കോമൺ ആയിട്ടുള്ളൊരു അന്വേഷണമാണ് ഇവർ നടത്തിയത്. പക്ഷേ ഈ അന്വേഷണങ്ങളെല്ലാം ചെന്നെത്തിയത് ഈ ആത്മഹത്യ ചെയ്ത ആൾക്കാർക്കൊന്നും പ്രത്യേകിച്ച് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളൊന്നും ഉണ്ടായതല്ല, ഇവർ ആത്മഹത്യ ചെയ്യാൻ ഉറപ്പിച്ചു പോയി ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ള തരത്തിലാണ്. ജെറോം മോട്ടോ ഈ ഇൻ്റർവ്യൂവിൽ എടുത്തു പറഞ്ഞൊരു കാര്യം ഒരാളുടെ ആത്മഹത്യയെക്കുറിച്ചാണ്. അയാൾ ഒരു ദിവസം വൈകുന്നേരമാണ് ഈ പാലത്തിൽ നിന്ന് കടലിലേക്ക് ചാടിയത്. ഇയാൾ കടലിലേക്ക് ചാടിയ ഉടൻ തന്നെ ഇതിൻ്റെ താഴെ കടലിലുണ്ടായിരുന്ന ബോട്ടുകളിലുണ്ടായിരുന്ന ആൾക്കാർ ഇയാളെ രക്ഷിക്കാൻ ശ്രമിച്ച് ബോട്ടിലേക്ക് കയറ്റിയെങ്കിലും അയാൾ മരിച്ചു കഴിഞ്ഞിരുന്നു. അയാളുടെ പോക്കറ്റിൽ നിന്ന് അയാളുടെ താമസ സ്ഥലത്തിനെ കുറിച്ചുള്ള വിവരം കിട്ടി. ഇവർ അധികാരികളെ അറിയിക്കുകയും അപ്പോൾ തന്നെ ഈ ജെറോം മോട്ടോയും ഒരു സംഘവും ഇയാളുടെ വീട്ടിലെത്തി വീട് മുഴുവൻ അരിച്ചു പെറുക്കി പരിശോധിക്കുകയും ചെയ്തു. അവർക്ക് ആ വീട്ടിൽ നിന്ന് ഒരു കത്ത് കിട്ടി. ഒരു 3-4 വരികൾ മാത്രമുള്ളൊരു കത്ത്. ആ കത്തിൽ എഴുതിയിരുന്നത്, ഞാൻ ആ പാലത്തിലേക്ക് പോവുകയാണ്, വഴിയിൽ വെച്ച് ഒരാളെങ്കിലും എന്നോട് ഹലോ എന്നെങ്കിലും പറഞ്ഞാൽ
ഞാൻ തിരികെ വീട്ടിലേക്ക് തന്നെ മടങ്ങി വരും. ഇത്ര മാത്രമാണ് ആ കത്തിലുണ്ടായിരുന്നത്. ഇത് വായിച്ച ഈ ഉദ്യോഗസ്ഥരൊക്കെ ഞെട്ടിപ്പോയി. 10,000-കണക്കിന് മനുഷ്യർ ഒരേ സമയം സഞ്ചരിക്കുന്ന ഒരു പാലമാണ്. നടന്നും സ്കേറ്റ് ചെയ്തും വാഹനങ്ങളിലുമൊക്കെ ആയിട്ട് ഇത്രയും മനുഷ്യർ സഞ്ചരിക്കുന്ന ഒരു പാലത്തിൽ ഒരു മനുഷ്യൻ കയറി വന്ന് അയാൾ ഒരു വിഷമഘട്ടത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സങ്കടാവസ്ഥയിലോ ഏതെങ്കിലും ഒരു പ്രത്യേക മാനസികാവസ്ഥയിലോ കടന്നു പോകുന്ന ഒരാളാണ്. ആ മനുഷ്യൻ്റെ മുഖം കണ്ട് അയാളുടെ ഭാവവ്യത്യാസം തിരിച്ചറിഞ്ഞ് അയാളോട് ഒരു ഹലോ പറയാനോ നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുവാനോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുവാനോ ഒരാളും ശ്രമിച്ചില്ല എന്നത് സങ്കടകരമായിട്ടൊരു വസ്തുതയാണെന്നാണ് ജെറോം ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അങ്ങനെ ആ മനുഷ്യൻ്റെ ആത്മഹത്യയിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ, ഈ ആൾക്കാരുടെ ആത്മഹത്യക്ക് കാരണമാകാവുന്ന സാഹചര്യങ്ങളാകാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജെറോം മോട്ടോയും സംഘവും ഈ അധികാരികൾക്ക് സാൻ ഫ്രാൻസിസ്കോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിനെ തുടർന്ന് ഈ പാലത്തിൽ ധാരാളം ജോലിക്കാരെ ഇവർ ഈ ആത്മഹത്യ തടയുന്നതിൻ്റെ ഭാഗമായി നിയമിക്കുകയും ചെയ്തു. ഈ പാലത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചാകുന്ന ആ ഒരു സ്ഥലത്ത് 2 ടെലിഫോണുകൾ സ്ഥാപിക്കുകയും ആ ടെലിഫോണുകൾക്കടുത്ത് ബോർഡുകൾ വെക്കുകയും നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ ചാടുന്നതിന് മുമ്പ് 1 നിമിഷം ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞ് അധികാരികളുടെ ടെലിഫോൺ നമ്പരൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇത് കൂടാതെ ഈ പാലത്തിൽ മെയിൻ്റനൻസ് ജോലി ചെയ്യുന്നവരും ഈ പാലത്തിൻ്റെ സെക്യൂരിറ്റികളെയും ഒക്കെ ഈ പാലത്തിൽ കടന്നു വരുന്ന മനുഷ്യരിൽ എന്തെങ്കിലും സംശയാസ്പദമായിട്ട് തോന്നിയാൽ അവരോട് സംസാരിക്കണമെന്നും അഥവാ അവർ പാലത്തിൽ നിന്ന് ചാടാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ രക്ഷിക്കാൻ ശ്രമിക്കണമെന്നും ഒക്കെ പറഞ്ഞിട്ട് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് പുതിയ നടപടികളൊക്കെ എടുത്തു. ഈ നടപടികളുടെയൊക്കെ ഭാഗമായിട്ട് 100 കണക്കിന് ആൾക്കാരെ ഈ പാലത്തിൽ നിന്ന് ചാടുന്നതിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 2012 പുറത്തുവിട്ട ഒരു കണക്കനുസരിച്ച് 1400 പേരുടെ ശരീരങ്ങൾ ഈ പാലത്തിൻ്റെ അടിയിലെ കടലിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് എന്നൊരു കണക്കൊക്കെ പറയുന്നുണ്ട്. 2013 ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പാലത്തിൽ നിന്ന് ചാടാൻ ശ്രമിച്ചതെന്ന് പറയുന്നുണ്ട്. 900-ൽ പരം ആൾക്കാർ ഇവിടെ നിന്ന് ചാടാൻ ശ്രമിക്കുകയോ ചാടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. 195ഓളം പേര് ഇവിടെ ചാടാൻ വന്നിട്ട് ഈ അധികാരികളുടെ ഇടപെടൽ മുഖാന്തരം ചാടാതെ തിരികെ പോയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഞാനിങ്ങനെ ഈ വിവരങ്ങളൊക്കെ തിരഞ്ഞു പോയപ്പോൾ ഈ പാലത്തിൻ്റെ ഭംഗിയും അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകതകളും ഇന്ന് സാൻ ഫ്രാൻസിസ്കോയുടെ ഒരു അടയാളമായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഈ പാലം തന്നെ ആത്മഹത്യ ചെയ്യാനായിട്ട് മനുഷ്യർ എന്തിനാണ് തിരഞ്ഞെടുക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് ആ ഭാഗത്തൂടെയൊക്കെ കുറേയൊക്കെ സഞ്ചരിച്ചു. അപ്പോൾ കാണുന്നത് അമേരിക്കയുടെ എന്നല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമൊക്കെ ആൾക്കാർ യാത്ര ചെയ്ത് ഇവിടെ വന്ന് കടലിലേക്ക് ചാടുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടുത്തെ പാലത്തിൽ നിന്ന് കടലിലേക്ക് ചാടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ആരെങ്കിലും ചാടിയാൽ 98% മരണം ഉറപ്പാണ് എന്നാണ് അധികാരികൾ പറയുന്നത്. 70 മീറ്ററിന് മുകളിൽ ഉയരത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് ചെന്ന് വീഴുന്ന ആള് ആ ആഘാതത്തിൽ തന്നെ ആന്തരിക ക്ഷതങ്ങൾ ഉണ്ടായിട്ട് മരിച്ചു പോകും എന്നാണ് പറയുന്നത്. 2% ആൾക്കാർ രക്ഷപ്പെട്ട കണക്കുകളുണ്ടെങ്കിലും അവരൊക്കെ തന്നെ വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഒരുപാട് നാൾ ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നും പറയുന്നു. ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ വന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനമായിട്ടും സ്ട്രെസ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഇടപെടലുകൾ ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നാണ്. നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ സമയമില്ല, നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാൻ സമയമില്ല, എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതത്തിലാണ്. ഇതെപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് മാറ്റിവെച്ച് തുറന്ന് സംസാരിക്കാനോ സംസാരിക്കുന്നത് കേൾക്കുവാനോ ഒക്കെ തയ്യാറായി കഴിഞ്ഞാൽ കുറേ മനുഷ്യരെങ്കിലും സന്തോഷത്തോടെ ഇനിയും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമെന്നുള്ളതാണ് ആ വീഡിയോയുടെ ഒരു ടോട്ടാലിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാലത്തിൽ പോയി ആ മനോഹരമായിട്ടുള്ള കടൽ കണ്ട് ചിലപ്പോൾ ആ കടലിലെ സൂര്യ അസ്തമയവും ഒക്കെ കണ്ട് ആ അസ്തമയത്തിനൊപ്പം ആ കടലിലേക്ക് തന്നെ ചാടി ആത്മഹത്യ ചെയ്യാൻ ഒരു മനുഷ്യൻ തീരുമാനിക്കണമെങ്കിൽ ആ മനുഷ്യൻ്റെ മനസ്സ് ഏതൊക്കെ തരത്തിൽ വേദനപ്പെട്ടിട്ടുണ്ടാകും, സങ്കടപ്പെട്ടിട്ടുണ്ടാകും. ആ മനുഷ്യന് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ ഏത് തരത്തിൽ അയാൾ കഷ്ടപ്പെടുന്നുണ്ടാകും എന്നുള്ളതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ചിന്തകൾ. ജീവിതം എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ളൊരവസ്ഥയാണ്. ആത്മഹത്യ എന്ന് പറയുന്നത് അത്ര ഭംഗിയുള്ള ഒരവസ്ഥയല്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഏത് സാഹചര്യം ഉണ്ടെങ്കിലും
പരിഹരിക്കാൻ കഴിയുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാത്രമേ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ നാട്ടിലെ തോട്ടിലും പുഴയിലും ചാടി ആത്മഹത്യ ചെയ്യുന്നതും സാൻ ഫ്രാൻസിസ്കോയിലെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നതും ഒക്കെ ഒരുപോലെ തന്നെയാണ്. ഇടയ്ക്കൊക്കെ നമ്മളിലേക്ക് തന്നെ നോക്കുക. ചുറ്റുമുള്ളവരെയും ഒന്ന് ശ്രദ്ധയോടെ നോക്കുക. ഒരാളുടെ മുഖം കണ്ടാൽ അല്ലെങ്കിൽ അയാളുടെ ഭാവങ്ങൾ കണ്ടാൽ അയാളൊരു പ്രതിസന്ധിയിലാണെന്ന് അറിഞ്ഞാൽ ഒരു വാക്ക് സംസാരിക്കാനോ ആ കയ്യിലൊന്ന് ചേർത്ത് പിടിക്കുവാനോ ശ്രമിക്കുക. ചിലപ്പോൾ ഒരു മനുഷ്യൻ ജീവിതത്തിലേക്കായിരിക്കും തിരികെ വരുന്നത്.